നമസ്കാരം. നേപ്പാളിനെ സംബന്ധിച്ചാണ്. ആ ഹിമാലയൻ രാജ്യത്ത് നിന്ന് വരുന്ന ചില വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ വേദനയുണ്ടാക്കുന്നതാണ്, ദുഃഖമുണ്ടാക്കുന്നതാണ്. ഒരു ശത്രുവിന് പോലും ഇത്തരം ഒരു ദുരവസ്ഥ വന്നുകൂടല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. നേപ്പാളിലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഓലിയെ ചൈന ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്നതാണ് സൂചന. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നേപ്പാൾ ഗവൺമെൻറ് അല്ലെങ്കിൽ നേപ്പാൾ പ്രധാനമന്ത്രി പഴയതൊക്കെ മറന്ന്, പാരമ്പര്യമൊക്കെ മറന്ന്, സംസ്കാരമൊക്കെ മറന്ന് ചൈനയ്ക്ക് വേണ്ടി വിടുപണി എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചൈന എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആ പ്രധാനമന്ത്രി ചെയ്യുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. ഇപ്പോഴാണ് അതിനുള്ള കാരണം ഹണി ട്രാപ്പാണ് എന്ന് പുറത്തു വരുന്നത്. നേപ്പാളിൽ അത് സാർവത്രികമായിട്ട് ഗ്രാമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ വളരെ വിശ്വാസയോഗ്യമായ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് അത് പുറത്തു വന്നത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാനും വളരെ വിഷമിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. മേജർ ഗൗരവ് ആര്യയെക്കുറിച്ച് ഞാൻ വിശേഷിപ്പിക്കേണ്ട അല്ലെങ്കിൽ വിവരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദേശീയ TV ചാനലുകളിലൊക്കെ ദേശീയതയ്ക്ക് ചേർന്ന്, ഇന്ത്യയുടെ ആത്മാവിനോട് ചേർന്ന് നിന്ന് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അദ്ദേഹം അത് ഏറ്റുപിടിക്കാൻ തയ്യാറായ ചരിത്രവുമില്ല. നമ്മളുടെയൊക്കെ അനുഭവം അതാണ്. അത്തരം ഒരാളാണ് ഈ ഹണി ട്രാപ്പിൻ്റെ ചിത്രം അല്ലെങ്കിൽ ചരിത്രം നമ്മുടെ മുമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ടത്, അതും ട്വിറ്ററിലൂടെ. ആ അദ്ദേഹത്തെ കുടുക്കിയിട്ടുള്ള വീഡിയോ ചൈനീസ് എംബസിയുടെ കയ്യിലുണ്ടത്രേ. അത് പൊക്കിക്കാട്ടി ഭീഷണിപ്പെടുത്തി നേപ്പാളി പ്രധാനമന്ത്രിയെ വരുതിക്ക് നിർത്തുന്നു എന്നുള്ള സൂചനയാണ് കാണുന്നത്. ആ വഴി നമ്മളതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ അനുഭവങ്ങളൊന്ന് പരിശോധിച്ചാൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ നേപ്പാളിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ തോന്നും. കാരണം ഇന്ത്യയുടെ സഹോദരിയാണ് നേപ്പാൾ. ഹിന്ദു രാഷ്ട്രമായിരുന്നു. അതിനെ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഹൈന്ദവ രാജാവിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിൽ രാജീവ് ഗാന്ധിക്ക് ഒരു വലിയ റോളുണ്ടായിരുന്നു. ഞാനത് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതാണ്. കാഠ്മണ്ഡുവിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൽ ഭാര്യാസമേതനായിട്ട് ദർശനത്തിനെത്തിയ രാജീവ് ഗാന്ധിയോട് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു, സോണിയാഗാന്ധി അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല, ബിക്കോസ് ഷീ ഈസ് എ കാത്തലിക്. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല, ഈ അമ്പലം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ്. അന്ന് വല്ലാതെ ചൊടിച്ച് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയ രാജീവ് ഗാന്ധി അവിടുത്തെ ഹൈന്ദവ രാജഭരണം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതിനായി നിയോഗിക്കപ്പെട്ടത് റോയെയാണ്, ഇന്ത്യയുടെ ചാരസംഘടനയായ റോ. അവരവിടെ പോവുകയും അവിടുത്തെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ഒളിവിൽ കഴിഞ്ഞിരുന്ന മാവോയിസ്റ്റുകളുമായിട്ട് പോലും സമ്പർക്കം നടത്തി അവസാനം അവിടുത്തെ രാജഭരണത്തെ അവസാനിപ്പിക്കുകയും അട്ടിമറിക്കുകയും മാവോയിസ്റ്റ് ഭരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇത് ഞാൻ പറയുന്നതല്ല. അന്ന് രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്
ഇത്തരം കാര്യങ്ങൾക്കായി നേപ്പാളിലേക്ക് നിയോഗിച്ച അന്നത്തെ റോയുടെ ജോയിൻറ്റ് ഡയറക്ടർ എഴുതിയ ഇൻസൈഡ് നേപ്പാൾ എന്ന് പറയുന്ന പുസ്തകം നിങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. നേപ്പാളിനെ എങ്ങനെയാണ് ഇന്ത്യ തകർത്തത് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ആ പുസ്തകം. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകമാണ് എന്നതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാഥാർത്ഥ്യമേ ഉള്ളൂ, വസ്തുതാവിരുദ്ധമായിട്ടൊന്നുമില്ല എന്ന് കരുതുകയും വേണം. കാഠ്മണ്ഡുവിലെ നമുക്കിപ്പോൾ നേപ്പാളി പ്രധാനമന്ത്രിയുടെ ഹണി ട്രാപ്പാണ് വിഷയം. കാഠ്മണ്ഡുവിലെ ചൈനയുടെ അംബാസഡർ ഒരു യുവതിയാണ്. അവരാണ് ഇത് ചെയ്തത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ വലയിൽ പ്രധാനമന്ത്രി പെട്ടതാണ് എന്നും പറയാൻ കഴിയില്ല. അതിനൊന്നും തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഹണി ട്രാപ്പിൽ അദ്ദേഹം പെട്ടു എന്നുള്ള വാർത്തകൾ രാജ്യമെമ്പാടും പ്രചരിക്കുന്നു. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും അത് വ്യാപകമാകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഈ പ്രധാനമന്ത്രി വഴിവിട്ട് ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് എവറസ്റ്റ് കൊടുമുടിയുടെ പടിഞ്ഞാറേ പ്രവേശന ദ്വാരം കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിലാണ്. മറുഭാഗം ചൈനയുടെ അധീനതയിലും. ഈ പ്രധാനമന്ത്രി എന്താ ചെയ്തതെന്നറിയാമോ? എവറസ്റ്റ് കൊടുമുടിയുടെ പ്രവേശന ദ്വാരം പോലും ചൈനയ്ക്ക് കൈമാറി. അതുപോലെ തന്നെ ചൈനയോട് ചേർന്നിട്ടുള്ള കുറേ വില്ലേജസ് ഇന്നിപ്പോൾ ചൈനയുടെ അധീനതയിലായി കഴിഞ്ഞു എന്നതാണ് നേപ്പാളിൽ നിന്നുള്ള വാർത്തകൾ. അപ്പം അതിന് എതിരായിട്ട് നേപ്പാളിൽ വലിയ പ്രകോപനമുണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. നിക്കക്കളിയില്ലാതെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ തന്നെ ഈ പ്രധാനമന്ത്രിയെ വിളിച്ചിരുത്തി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായ പ്രചണ്ഡ പോലും രാജി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി എത്ര നാൾ അദ്ദേഹത്തിന് ഈ കെ പി ശർമ്മ ഓലിക്ക് പ്രധാനമന്ത്രി പദത്തിൽ തുടരാൻ പറ്റുമെന്നറിയില്ല. ചൈനയുടെ ബലം പിടുത്തം കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത് എന്നതാണ് വാർത്ത. ആഭ്യന്തരമായിട്ട് പാർട്ടിക്കുള്ളിലും നാട്ടുകാരുടെ ഇടയിലും വലിയ കലാപം ഉരുത്തിരിഞ്ഞപ്പോൾ ഈ പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെയാണ് വാളോങ്ങിയത്. ഇന്ത്യ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ പ്രചണ്ഡയെ പോലുള്ള മാവോയിസ്റ്റ് നേതാക്കന്മാർ പരസ്യമായിട്ട് പറഞ്ഞു, ഞാനാണ് രാജി ആവശ്യപ്പെടുന്നത്, ഇന്ത്യയല്ല. അതോടെ ആ വാദവും പൊളിഞ്ഞു. അപ്പോൾ ചൈനയ്ക്ക് എതിരായിട്ട് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. ചൈനയുടെ ദല്ലാളായ ചൈനയുടെ വക്താവിനെ പോലെ പെരുമാറുന്ന കെ പി ശർമ്മ ഓലിക്കെതിരായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ രംഗത്ത് വന്നിരിക്കുന്നു എന്നത് സന്തോഷം പകരുന്ന കാര്യമാണ് ഒരർത്ഥത്തിൽ. പക്ഷേ ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട്. ആ പ്രധാനമന്ത്രിയെ വീഡിയോ ടേപ്പ് കാണിച്ച് ഭയപ്പെടുത്തി ഭയവിഹ്വലനാക്കുന്നു എന്നത് ആർക്കും വിഷമമുണ്ടാക്കുന്നതാണ്. നേപ്പാളിലെ ചിത്രം കാണുമ്പോൾ ഇന്ത്യയിലും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് സംശയം തോന്നാം. നേപ്പാളിലെ പ്രധാനമന്ത്രിയാണ് ചൈനയ്ക്ക് വേണ്ടി വിടുപണിയെടുക്കുന്നത്. ഇന്ത്യയിൽ പക്ഷെ അത് ചെയ്യുന്നത് ആരാ? ചില പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരാണ്. മാർക്സിസ്റ്റുകാരെ നമ്മൾ വിട്ടേക്കൂ, കാരണം അവരുടെ കുലത്തൊഴിലാണിത്. ആ പാർട്ടി രൂപം കൊണ്ടത് തന്നെ ചൈനയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് ശീലമാക്കിയവരാണ്. അതുകൊണ്ടാണല്ലോ 1962 ചൈനീസ് യുദ്ധത്തിൻ്റെ സമയത്ത് പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ പിടിച്ച് ജയിലിലടച്ചത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ എന്തെല്ലാമാണോ ചൈനയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത്, ഇന്ത്യക്ക് എതിരായിട്ട് പറഞ്ഞത്, അതിനെയൊക്കെ കടത്തി വെട്ടുന്ന വേട്ടിലാണ് കോൺഗ്രസ്സുകാരിന്ന് പറഞ്ഞു നടക്കുന്നത്. 1962 ചൈനീസ് യുദ്ധം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസ്താവനകളുമായിട്ട് താരതമ്യം ചെയ്താലേ ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ നിലപാടിൻ്റെ ഗൗരവം മനസ്സിലാവും.
അത് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ ദേശവിരുദ്ധ നിലപാടെടുക്കുന്നവരെ 2014-ലും 2019-ലും ജനം ചവിട്ടിപ്പുറത്താക്കിയതാണ്, ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടതാണ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടുന്ന 10% സീറ്റ് പോലും നിഷേധിച്ചതാണ്. അത്ര ശക്തമായിട്ടാണ് ഇന്ത്യൻ ജനത അവരോട് പ്രതികരിച്ചത്. അതിനിടയിലാണ് സ്വന്തം ഭർത്താവിൻ്റെ പേരിലുള്ള ട്രസ്റ്റിന് വേണ്ടി 90 ലക്ഷം രൂപ ചൈനീസ് എംബസിയിൽ നിന്ന് വാങ്ങി എന്നുള്ള വിവരം നമ്മൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് അധ്യക്ഷയുടെ ഭർത്താവിൻ്റെ പേരിലുള്ള ട്രസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ശത്രു രാജ്യത്ത് നിന്ന് പണം വാങ്ങുകയും പിന്നീട് അതിൻ്റെ ചരിത്രം പലതും പുറത്തു വന്നു. ഞാനിതിവിടെ ആവർത്തിക്കേണ്ടതില്ല, നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ പ്രശ്നം അവിടെയല്ല. ഈ 90 ലക്ഷത്തിന് ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ അവർക്കാകുമോ? 1 കോടി രൂപ പോലും ഇല്ല എന്നുള്ളത് ആലോചിക്കണം. വെറും 90 ലക്ഷത്തിന്. അതോ ഇനി വേറെയും കിട്ടിയിട്ടുണ്ടോ നമ്മളറിയാത്തത്? ഏതായാലും ആ കണക്കുകൾ രാജ്യത്തിൻ്റെ മുമ്പിൽ വയ്ക്കാനുള്ള ബാധ്യത, ചുമതല കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതവർ ചെയ്തേ പറ്റുള്ളൂ. വേറെ ഏതെല്ലാം മാർഗത്തിലൂടെ ചൈനയിൽ നിന്ന് അവർക്ക് എന്തെല്ലാം കിട്ടി എന്നതും ബോധ്യപ്പെടുത്തണം. പക്ഷെ എൻ്റെ സംശയം അതല്ല. പലരും ചൈനയെ വഴിവിട്ട് പിന്തുണയ്ക്കുമ്പോൾ, ചൈന എന്താണ് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഒരു പടി കടന്ന് സംസാരിക്കുമ്പോൾ, ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ, ഇപ്പം നേപ്പാളിലെ പ്രധാനമന്ത്രി പെട്ടതുപോലെ ആരെങ്കിലും ഇവിടെയും പെട്ടിട്ടുണ്ടോ? അറിയില്ല. സംശയിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയൊക്കെ. നമ്മളൊരാളെയും സംശയത്തിൻ്റെ മുൾമുനയിലൂടെ, ആ സംശയത്തിൻ്റെ കണ്ണിലൂടെ കണ്ടുകൂടല്ലോ. പക്ഷേ നേപ്പാൾ ചെയ്യുന്നതിനപ്പുറമാണ് ഇന്ത്യ പലപ്പോഴും, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർ ചെയ്യുന്നത് എന്നത് കാണാതെ പോകാൻ പറ്റില്ല. ചൈനീസ് എംബസിയിൽ അർദ്ധരാത്രി തലയിൽ മുണ്ടിട്ട് പോയ നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട് എന്നത് മറന്നുകൂടാ. നേപ്പാൾ പ്രധാനമന്ത്രിയെ കുടുക്കിയത് ചൈനീസ് എംബസിയിൽ വച്ചാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. ഞാൻ ആരെ ആക്ഷേപിക്കാനല്ല, ഒരാളുടെ പേരും ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ത്യക്കെതിരായിട്ട് ചൈനയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവരെ സംശയത്തോടെ കാണാൻ പറ്റും. രാജ്യം അവരെ സംശയത്തോടെയാണ് കാണുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയില്ല. അത്രേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഈ കാര്യം ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ചൈനീസ് പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ഉടനെ ഒന്നും പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അതിർത്തിയിൽ നിന്ന് അവർ പിന്നാക്കം പോവുമായിരിക്കാം. പക്ഷെ അതുകൊണ്ടും ചൈനീസ് പ്രശ്നം പരിഹൃതമാകുന്നില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇനി ഈ ചാനലിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. KVS സ്പീക്സ്. നമസ്കാരം.